പശ്ചിമബംഗാളിലെ പി.ജി. ഡോക്ടറുടെ കൊലപാതകം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. പി.ജി. ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായ ആരോപണം ബംഗാൾ രാഷ്ട്രീയത്തെ കൂടെയാണ് സ്വാധീനിക്കുന്നത്. ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിന് സമീപം ദിവസങ്ങൾക്കുള്ളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചൂണ്ടിക്കാട്ടി SFIയും DYFയും രംഗത്ത് വന്നത് മമതാ ഭരണകൂടത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. SFI DYFI പ്രവർത്തകർ ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയാണ് പ്രതിഷേധിച്ചത്. തെളിവ് നശിപ്പിക്കാനും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുമാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നതെന്നാണ് ഇരു സംഘടനകളും ആരോപിക്കുന്നത്. പെൺകുട്ടിയെ ഒന്നിലധികം പേർ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് ഇടതനുകൂല ഡോക്ടർമാരുടെ സംഘടനയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ബലാത്സംഗ കുറ്റം ഒരാളിൽ മാത്രം ചാർത്തി നൽകി മറ്റു പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായ വിവരം പുറത്തുവന്നത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത്. ഡോക്ടർ സുബർണ ഗോസ്വാമിയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഇത് ഒരാളുടെ മാത്രം ചെയ്തിയല്ലെന്നത് വ്യക്തമാണ്. അവൾ കൂട്ടബലാത്സംഗത്തിന് വിധേയായിട്ടുണ്ട്. കുടുംബത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സുബർണ ഗോസ്വാമി. സംഭവത്തിൽ 31-കാരനായ സഞ്ജയ് റോയിയെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാളല്ല യഥാർത്ഥ പ്രതി എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ കേസിൽ CBI അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തിരക്കിട്ട് ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ശക്തമായ പ്രതിഷേധമാണ് SFIയും DYFയും ഉയർത്തിയിരിക്കുന്നത്. ഇവിടെ റെസിഡന്റ് ഡോക്ടേഴ്സ് ഏരിയയും സ്ത്രീകൾക്കായുള്ള ടോയ്ലറ്റും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പൊളിച്ചിരിക്കുന്നത്. CBI അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തെളിവ് നശിപ്പിക്കാൻ മമതാ ബാനർജി സർക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരും ചേർന്ന് നടത്തുന്ന നീക്കമാണിതെന്നാണ് പ്രതിഷേധക്കാർ തുറന്നടിച്ചിരിക്കുന്നത്. അതേസമയം ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി BJPയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഹീനമായ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ കുടുംബാംഗങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് BJP IT സെൽ മേധാവിയായ അമിത് മാളവ്യ Xൽ കുറിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഗൗരവമായി റിപ്പോർട്ട് ചെയ്ത ഈ കൊലപാതക കേസ് CBIക്ക് വിടാൻ കൽക്കട്ട ഹൈക്കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എത്രയും പെട്ടെന്ന് CBIക്ക് കൈമാറാനും കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു PG വിദ്യാർത്ഥിനിയായ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ശരീരമാസകലം മാരകമായി മുറിവേറ്റിരുന്നു. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതോടെ ബംഗാൾ അക്ഷരാർത്ഥത്തിൽ ഇളകിമറിയുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ രാജ്യവ്യാപകമായി ഡോക്ടർമാരും കടുത്ത പ്രതിഷേധത്തിലാണ്. വനിതാ ഡോക്ടറെ മൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ ശക്തമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും മമതാ സർക്കാരിനെതിരെ രൂക്ഷമായ കടന്നാക്രമണമാണ് നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് വൻ മുന്നേറ്റം നടത്തിയതെങ്കിൽ പ്രക്ഷോഭ രംഗത്ത് SFIയും DYFയുമാണ് ഇപ്പോൾ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മമതാ സർക്കാരിനെതിരെ ലഭിക്കുന്ന ഒരായുധവും അവർ പാഴാക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലും അത് വ്യക്തമാണ്. ഇത്തരം സംഭവങ്ങളിൽ ഭരണകൂടത്തിന്റെ ഇടപെടലുകളെയാണ് ഇടതുപക്ഷ സംഘടനകൾ പൊളിച്ചെടുക്കുന്നത്. അതേസമയം കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. കേരളത്തിൽ യുവ ഡോക്ടർമാർ നാളെ OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് സമരം ചെയ്യും. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമാണ് സമരം ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പുറത്താക്കണം. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും 48 മണിക്കൂറിനകം പിടികൂടണമെന്നാണ് ഇവർ ഉയർത്തുന്ന ആവശ്യം. അതേസമയം അത്യാഹിത വിഭാഗങ്ങളിൽ സേവനമുണ്ടാകും. ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ KMPGA സമരം പ്രഖ്യാപിച്ചത്. പ്രതിഷേധ സൂചകമായി KGMOയെ നാളെ കരിദിനമായി ആചരിക്കും. ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെസിഡന്റ് ഡോക്ടർമാരും നാളെ സമരത്തിന്റെ ഭാഗമാകും. ഇതിനോടനുബന്ധിച്ച് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും KGMOയെ അറിയിച്ചു. അക്രമത്തെ അപലപിച്ച് IMAയും രംഗത്തെത്തി. അധികൃതരുടെ ആവർത്തിച്ചുള്ള അനാസ്ഥ കാരണമാണ് അക്രമമുണ്ടായത്.
CBI അന്വേഷണം നടക്കവേ ഡോക്ടർമാരടക്കം ആക്രമിക്കപ്പെട്ടു. ക്രമസമാധാനം തകർന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. അടിയന്തര യോഗം ചേർന്ന് IMA തുടർ സമര പരിപാടികൾ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.